നമസ്കാരം. ഞാൻ ഡോക്ടർ ആര്യ. കർക്കിടകവും ആയുർവേദവും എന്ന വിഷയത്തിൽ AMI വടക്കാഞ്ചേരി ഏരിയയുടെ ഭാഗമായിട്ട് ഒരു ക്യാമ്പയിൻ നടന്നു വരുന്നതായിട്ട് അറിയാമല്ലോ. ഇന്ന് നമ്മളതിൽ പരിചയപ്പെടാൻ പോകുന്ന ഔഷധം എന്ന് പറയുന്നത് ആശാളിയാണ്. ആശാളി എന്ന് പറയുമ്പോൾ ലിപ്പീഡിയം സറ്റൈവം എന്നാണ് ആശാളിയുടെ സയൻറ്റിഫിക് നെയിം. ക്രൂസിഫറേസിയ ഫാമിലിയിലാണ് ആശാളി ഉൾപ്പെടുന്നത്. ഗാർഡൻ ക്രസ്, ഹാലിവ്, അലീവ് എന്നൊക്കെ ആശാളി അറിയപ്പെടുന്നു. ആശാളിയുടെ സിനോണിംസ് എന്ന് പറയുന്നത് നന്ദിനി, കാരവീർ, പശുമേഹകാരിക, ചന്ദ്രശൂർ, സുവാസുര ഇതെല്ലാം തന്നെ ആശാളിയുടെ സിനോണിംസ് ആണ്. വാത കഫ ശാമകമാണ് ആശാളി എന്ന് പറയുന്നത്. റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ഡയറ്ററി ഫൈബേഴ്സ് ആണ് ആശാളിയിലുള്ളത്. omega-3 ഫാറ്റി ആസിഡ്സ്, അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ A, C, K ഇതിൻ്റെ എല്ലാം തന്നെ കലവറയാണ് ആശാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഡയറ്ററി ഇമ്പോർട്ടൻസ് ആണ് ആശാളിക്കുള്ളത്. ആശാളിയുടെ ഉപയോഗ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇല, വേര്, കായ, അതായത് സീഡ്, ഇതാണ് ആശാളിയുടെ ഉപയോഗ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ചതുർബീജത്തിലും ഹരിതകേതി ഗണത്തിലുമാണ് ആശാളി ഉൾപ്പെടുന്നത്. ചുവന്ന ബ്രൗൺ കളറോട് കൂടിയ ആശാളി വിത്തുകൾ ഒപ്പം വെള്ള കളറോട് കൂടിയ പുഷ്പങ്ങളുമാണ് ആശാളിയുടേത്. മെഡിറ്ററേനിയൻ റീജിയനിലാണ് കൂടുതലായിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ UP, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ആശാളിയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയാം. ആശാളി ചൂർണം, ആശാളിപ്പൊടി കഷായം വെച്ച് കുടിക്കുന്നത്, അല്ലെങ്കിൽ ഹിക്ക, അതിസാരം മുതലായ കണ്ടീഷനിൽ നന്നായി കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ പാല് കുറയുന്ന കണ്ടീഷനിലും അത് ഇറഗുലർ മെൻസ്ട്രൽ ഫ്ലോ ഉള്ള കണ്ടീഷനിലും സ്ത്രീകൾ ആശാളി പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ആശാളി കർക്കിടകക്കഞ്ഞിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് ആശാളി എന്ന് പറയുന്നത്. അതുപോലെ ആശാളി ചതുർബീജത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. ഉലുവ, കരിഞ്ജീരകം, അയമോദകം, ആശാളി ഇവ നാലുമാണ് ചതുർബീജങ്ങൾ എന്ന് പറയുന്നത്. ഇത് നാലും പൊടിച്ച് പൊടിയായി വെച്ച് ഈ പൊടി രാവിലെയും വൈകുന്നേരവും ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് പവന ആമയ നാശനം, അജീർണനാശനം, ആത്മാനനാശനം എന്നാണ് പറയുന്നത്. അതായത് വാദപീഠകൾ, അതായത് വാദം കൊണ്ട് അനുഭവിക്കുന്ന അസുഖങ്ങളിൽ നിന്നും ഇൻഡൈജഷൻ പോലുള്ള കണ്ടീഷനിൽ നിന്നും നമുക്കൊരു പരിഹാരം നൽകുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആശാളിയുടെ ഉപയോഗങ്ങളാണ്. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.